ഇന്ന് ലീവല്ലേ, ഫുള്ള് പൈസ വേണം. കണ്ടക്ടർ പറയുന്നത് കേട്ട് ഞാനും ഷമീം ഇടം കണ്ടു നോക്കി. പരമാവധി പിശുക്ക് കാണിക്കുന്ന നമ്മോടെ കളി കിട്ടിയത് തന്നെ. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ, അല്ല സൺഡേ ഒന്നല്ലല്ലോ. എന്താ സെക്കൻഡ് സാറ്റർഡേ ഗവൺമെന്റ് ലീവല്ലേ? ആയിരിക്കാം, പക്ഷെ ഞങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അതുകൊണ്ടല്ലേ ഫുള്ള് പൈസ വേണമെന്ന് പറഞ്ഞത്. ഈ കുരങ്ങം വീടുന്ന മോട്ടില്ലല്ലോ. അതിന് ഞങ്ങളുടെ കയ്യിൽ ഇതേ ഉള്ളൂ, വേറെ കാശൊന്നും ഇല്ല. അയാളെ വീഴ്ത്താൻ ഇത്തിരി ദയനീയമായി തന്നെ ഞങ്ങളത് പറഞ്ഞു. ബസ്സിൽ കാശ് കൊടുക്കാൻ അല്ലെങ്കിലേ നീയൊക്കെ നേടി പഠിക്കാൻ പോന്നേ. അവന്റെ ഒടുക്കത്തെ ചോദ്യം കിട്ടി തലമണ്ട അടിച്ചു പൊട്ടിക്കണം തോന്നിയത്. അതുകൊണ്ടല്ലേ പഠിക്കാൻ പോണേ, പഠിച്ച് ജോലിയൊക്കെ വാങ്ങി ബാക്കി തരാട്ടോ. ഞാനും വിട്ടുകൊടുക്കാതെ അവനെ നോക്കി പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, പഠിച്ചൊരു ഡോക്ടറൊക്കെ ആയിട്ടല്ലേ ആക്കിയത് കൂടി കെടുത്തും. പിന്നെ തനിക്ക് ദേഷ്യം പാലവഴിക്ക് വന്നുകൂടി. എന്തായാലും ഡോക്ടർ ആവില്ലല്ലോ, അതുറപ്പാ. എന്ത് ജോലി വാങ്ങിയാലും തന്നെ പോലെ ഇരപ്പ് പണി ചെയ്യില്ല. ഡേയ്, ഞാൻ നല്ല അന്തസ്സായ പണിയാ ചെയ്യുന്നത്. നീ പറയുന്ന കേട്ടതൊന്നും നിന്റെ ഔദാര്യം ഞാൻ ചോദിച്ചു തന്ന്. ലെവൻ കലിപ്പായത് ഞങ്ങളുടെ തടിക്ക് ഏടാവും തോന്നിയാണെങ്കിൽ നിന്നു. ഷെമിയാണെങ്കിൽ എന്റെ കൈ പിടിച്ച് ഞെരിക്കുന്നുണ്ട്. എല്ലാരും ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് കണ്ട് ഞാൻ പിന്നെ ഡീസന്റ് ആയിരുന്നു. ചെക്കനും കലിപ്പിടാതെ പിറകിപ്പോയി നിന്നു. ഇറങ്ങുമ്പോൾ അവനെ നോക്കി നല്ല ആടാറൊരു പുച്ഛം തന്നെ കൊടുത്തു. ക്ലാസ് കഴിഞ്ഞ് ഫ്രൂട്ട് സലാഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് 500 രൂപ എടുത്ത് കൊടുക്കുമ്പോഴാണ് അവൾ എൻ്റെ അടുത്ത് നോട്ടം. ഇത് വെച്ചിട്ടാണോ ദുഷ്ടേ നീ ആളോട് വേറെ കാശൊന്നും ഇല്ലെന്ന് പറഞ്ഞത്? പിന്നെ അവന്റെ വായുള്ളതും കേട്ട് കാശ് കൊടുക്കാൻ പോയില്ലേ? നാളെ നമുക്ക് മൊത്തം പൊളിക്കണം, അപ്പൊ കാശ് കയ്യിൽ വേണം. വീണ്ടും വീട്ടിലേക്ക് ആ ഒരു ഒറ്റ ബസ് മാത്രമുള്ളത് കൊണ്ട് അതിൽ കയറാൻ തന്നെ നിന്നു. അല്ലെങ്കിൽ അവനിനി വാ തുറക്കില്ല. ഞാൻ ബാഗിൽ കൈയിട്ട് കോയിൻ തപ്പുമ്പോഴാണ് ചേഞ്ചില്ലെന്ന് കണ്ടത്. ഡേയ്, ചേഞ്ചില്ല, കാലത്തുള്ളവരോട് എടുത്തിട്ട് ബാക്കി തരൂ. ഞാനേ ഫുള്ള് പൈസ കൊടുക്കും. നിന്റെ ഈ സ്വഭാവം ഇനി എപ്പം മാറും? അത് നമുക്ക് പാരമ്പര്യമായി കിട്ടിയതാ, മാറില്ല. അവളെ നോക്കി ഡയലോഗ് അടി സ്റ്റോപ്പിൽ തന്നെയുള്ള തട്ടുകടയിൽ കയറി. ചേട്ടാ 2 ലേസ് ചേഞ്ച് കൂടി വേണേ. എന്റെ അഭ്യർത്ഥന മാനിച്ച അയാൾ ലേസും ചേഞ്ചും തന്നു. ബസ് വന്നത് ഞങ്ങൾ കയറി. സ്റ്റെപ്പിൽ തന്നെ അവൻ ഉണ്ടായതെങ്കിലും ഞാൻ മൈൻഡ് ചെയ്തില്ല. സീറ്റിലിരുന്ന് അവനെ നോക്കി ഒന്ന് പുച്ഛിച്ച് ലേസും പൊടിച്ച് കഴിക്കാൻ തുടങ്ങി. അത് കണ്ടാവണം അവൻ അടുത്തേക്ക് വന്നു. ഞാൻ എങ്ങോട്ടും നോക്കി കാശ് അവന് നേരെ നീട്ടി. നീയല്ലേ പറഞ്ഞ് കയ്യിൽ വേറെ കാശില്ലെന്ന്? എന്തിന് ഇതൊക്കെ വാങ്ങാൻ കാശുണ്ടല്ലോ, യാത്ര ചെയ്യാൻ മാത്രം കാശില്ലല്ലേ? അത് ഞങ്ങൾ ബിഷ എടുത്ത് വാങ്ങി. എന്തേ? എന്ത് പണി ചെയ്താലും ഇരക്കുന്ന പണി ചെയ്യില്ലെന്ന് കാലത്ത് പറഞ്ഞതിലുള്ളൂ. എന്നിട്ട് നീ ബിഷ എടുക്കാനാണോ പോയെ? ഇതാണല്ലേ നിന്റെ പഠിച്ച് കാശുണ്ടാക്കുന്ന പണി? കൊള്ളാം. ലെവന്റെ ഡയലോഗ് കേട്ട് തന്നെ ഒന്ന് നോക്കി ഷെമി അടക്കി ചിരിച്ചു. ഞാനാണെങ്കിൽ ഇതിനങ്ങ് കൊന്നാലെന്ന് നോട്ടം നോക്കിയിരുന്നു. വലിയ ഡയലോഗ് ഷൈൻ ചെയ്ത് അവൻ പോയതും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവനെ തിരിഞ്ഞു നോക്കി. ലോഡ് കണക്കിന് പുച്ഛം തന്ന് അവൻ നിന്നു. നാളെ ഉണ്ടാകുമോ ബിഷ എടുക്കാൻ? ഇറങ്ങുമ്പോൾ അവന്റെ ഓലക്കമ്മലെ ചോദ്യം കേട്ട് കാൽ നോക്കി നല്ല ചവിട്ടങ്ങ് കൊടുത്ത് ഞാനിട്ടിറങ്ങി. തിരിഞ്ഞു നോക്കിയപ്പോ അവൻ നല്ല സ്റ്റെപ്പ് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. മൂളിപ്പാട്ടും പാടി മുത്തിപ്പുണരും കാറ്റേ മുമ്പത്തെക്കാളും സുന്ദരം. പാട്ടൊക്കെ പാടി കയറ്റി കിടന്നതും തല്ലിപ്പൊടി സ്കൂട്ടിയും തള്ളി വന്ന പാപ്പച്ചയെ കണ്ട് നമ്മളൊന്ന് നോക്കി. ഓ, ഇതും തള്ളി എങ്ങോട്ടാ? പെട്രോൾ പമ്പ് വരെ പോകാം മോളെ, അതുവരെ തള്ളിപ്പോയ പെട്രോൾ ലാഭിക്കാലോ. ഇതൊക്കെ ഈ തലീന്ന് വരുന്ന ബുദ്ധി തന്നെയാണോ? എന്നാ പിന്നെ നടന്നു പോയി വല്ല ബോട്ടിലെങ്ങാനും വാങ്ങിയാ പോരെ? ഹേയ്, അത് പറ്റില്ല. ഇതാവുമ്പോ തിരിച്ചു വരുമ്പോ ഇതിൽ വരാലോ. തർക്കിച്ച് നിൽക്കണ്ട. ഒരിക്കലും ഞാൻ ജയിക്കാൻ പോകണമെന്ന് തോന്നി ആൾ ദി ബെസ്റ്റും പറഞ്ഞ് ഞാൻ അകത്തേക്ക് കയറി. ആ തള്ളിപ്പോയ മനുഷ്യനാണ് എൻ്റെ പാപ്പച്ചി. പേര് ഹസൻ. പിന്നെ അകത്തിന്ന് നല്ല പഴംപൊരിയുടെ മണടിക്കുന്നല്ലോ. അത് നമ്മൾ ഉമ്മച്ചി ഉണ്ടാക്കുന്നതാണ്. നസീമ എന്ന പേര്. ഇവർക്ക് ആകെ കൂടി ഒരു കൺമണിയാണുള്ളത്, അതാണ് ഞാൻ. പേര് നീയ. എൻ്റെ പാപ്പച്ചിയുടെ കയ്യിൽ പൂത്ത കാശുണ്ടെന്ന് എൻ്റെ ഒരു ഊഹം. മുൻപ് ദുബായിലായിരുന്നു. ആവശ്യത്തിനുണ്ടാക്കി ഇനി അങ്ങോട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടാ വന്നത്. അപ്പൊ പിന്നെ പണം കാണുമല്ലോ അല്ലേ? അയ്യോ, സംസാരിച്ചു നിന്നാലേ എൻ്റെ പഴംപൊരി തണുക്കുവേ. ഞാൻ ഓടിച്ചെന്ന് 5-6 കയ്യിലാക്കി അതും കടിച്ചു പറിച്ച് മുറിയിച്ചെന്നു. കയ്യെങ്കിലും കഴുകി പാടി എന്ന ഉമ്മച്ചിയുടെ ഡയലോഗ് കേട്ട് അത് ഡിലീറ്റ് ചെയ്തു. ഇപ്പൊ അതിനൊക്കെ പ്രായച്ചിതും ചെയ്യാം, ഫുൾ ടൈം കഴുകലാണല്ലോ. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ആദ്യം ഓണാക്കിയത് കൂതറ എന്ന നമ്മുടെ ഫ്രണ്ട് ഗ്രൂപ്പാണ്. അതിൽ വന്ന് ഓരോ പിക്കും നോക്കി ഞാൻ അങ്ങനെ ആലോചനയിലാണ്. കാര്യം എന്താണെന്ന് വെച്ചാലേ ഞങ്ങളുടെ സെൻഡ് ഓഫാണ് വിഷയം. എക്സാം എടുത്തെങ്കിലും അതിലൊരു ടെൻഷനും ഇല്ല. +2 ആണ് ഞാനിപ്പോ. എക്സാം ആണെങ്കിൽ എടുത്തു. അതിന്റെ ബോധമൊന്നും നമുക്ക് മാത്രമല്ല ആ ഗ്രൂപ്പിലുള്ള ആർക്കും ഇല്ല. ചർച്ചോടുവിൽ വിജയം കണ്ടു. അതിനുള്ള ടെക്സ്റ്റൈൽ ഷോപ്പ് തീരുമാനിച്ചു. നാളെ തന്നെ എല്ലാവരും എത്താൻ പ്ലാനും ചെയ്തു. എല്ലാം അടക്കി വെച്ച് ഞാൻ പിന്നെ അതിനുള്ള പണം കണ്ടെത്താനുള്ള പടി പ്ലാൻ ചെയ്ത് ബാപ്പച്ചിയുടെ അടുത്ത് ഹാജരായി. ആള് നമ്മളെയൊക്കെ വലിയ കഞ്ചു വേണമെന്നേ. ബാപ്പച്ചി എപ്പോ വന്നു? ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ ഈ ഭൂമിയിൽ വന്നിട്ടാണോ
അല്ല ഗൾഫ് മതിയാക്കി വന്നിട്ടാണോ നീ ഉദ്ദേശിച്ചത്? അല്ലെങ്കിൽ ബാപ്പ എന്നേക്കാൾ ഉടോയിപ്പടന്നേ. അതല്ല, നിങ്ങൾ പെട്രോൾ എടുക്കാൻ പോയിട്ട് എപ്പോൾ വന്നൂന്ന്. ആനക്കെന്തെങ്കിലും ആണെങ്കിൽ അത് ചോദിക്ക്. അതിനു വേണ്ടി നീ എന്നെ കൊണ്ട് ഉള്ള പുരാണം മുഴുവൻ പറയിപ്പിക്കണ്ട. ഞാൻ സോപ്പിട്ടുകൊണ്ട് കയ്യും കാലൊക്കെ ഒന്ന് കുഴിഞ്ഞു കൊടുത്തു. ഒറ്റ മോളാ, എന്നാലും കാശ് കിട്ടാൻ ഇത്തിരി കഷ്ടപ്പെടണം. അത് പിന്നെ പാപ്പ, ഞങ്ങളെ സെൻഡ് ഓഫ് ആണ്, അന്ന് എല്ലാവരും ഡ്രസ് കോഡാണ്. നാളെയാണ് അത് വാങ്ങാൻ പോകുന്നത്. പിന്നെ എക്സാം തിരക്കായതുകൊണ്ട് ലീവ് കിട്ടില്ല. എനിക്കതിന് പണം വേണം. അതാണോ? ദാ പിടിച്ചോ 1000 രൂപ. ഇനി ബാക്കി 2000 ഞാൻ എങ്ങനെ ഉണ്ടാക്കും? പല ചിലവുണ്ട്. അന്നത്തെ ഫുഡ്, കളർ പൊടി, ഇതൊക്കെ വേണം. പിന്നെ ഡ്രസ്സിന് മാച്ചായ ഫാൻസിയും. ചിലപ്പോൾ ഇതിൽ ഒതുങ്ങില്ല. 1000 കൂടി വേണം പാപ്പ. ഞാൻ ആ കാലം നന്നായി ഒന്ന് കൂടി ഒഴിഞ്ഞു കൊടുത്തു. വിരലൊക്കെ മടക്കി പൊട്ടിച്ചു. ഇജയ് അതേ കളറിലെ വില കുറഞ്ഞ വാങ്ങിയാൽ മതി മോളെ. അവരൊക്കെ വലിയ കാശുകാരല്ലേ മോളെ. അതെ വാങ്ങൂ, ഞാൻ കളയാനൊന്നുമല്ല, കയ്യിൽ വെക്കാനാണ്. സോപ്പിട്ട് അതും കൊണ്ട് മുറിയിൽ ചെന്നു. എന്തായാലും ആവശ്യം തീർന്നില്ല. അതുകൊണ്ട് തേരാ പരന്നാണ്. സ്ഥിര ആവശ്യം വന്നാലുള്ള ഐഡിയ തന്നെ പ്ലാനിട്ട് ഞാൻ നല്ലോണം കിടന്നുറങ്ങി. ആലാറടിച്ച് കാത് പൊട്ടിയപ്പോൾ ഓഫ് ചെയ്ത് ഒന്നുകൂടെ കിടന്നു. അയ്യോ, എൻ്റെ ബാക്കി 1000. എഴുന്നേറ്റ് താഴേക്ക് ഇറങ്ങി കൂടി. ഒരു കള്ളനെ പോലെ പതുങ്ങി വന്ന് കിച്ചണിൽ നോക്കി. ഉമ്മച്ചി ചായന്ന് തിരക്കില്ല. ഞാനേ വലിയൊരു കള്ളത്തിലാ ചെയ്യാൻ പോകുന്നത്. മോഷണം. സ്വന്തം പാപ്പച്ചാണ്, എന്തായാലും ചെയ്തല്ലേ പറ്റൂ. ജോലിയൊക്കെ വാങ്ങി വേണം ഭാവിയിൽ ഇതൊക്കെ തിരിച്ചു കൊടുക്കാൻ. എത്ര പേർക്കാണെന്നോ ഞാനിങ്ങനെ കടം വീട്ടാനുള്ളത്. ചാവിയും പൊക്കി പണം കൊടുത്ത് ഞാൻ ഈ വഴി വന്നില്ലെന്നതുപോലെ അകത്തേക്ക് നടന്നു. മോളെ, വില കുറഞ്ഞത് മതി കേട്ടോ. ഒരു ദിവസത്തേക്ക് അതാ നല്ലത്. വെറുതെ എന്തിനാ വല്ലവനും പണം അനാവശ്യമായിട്ട് കൊടുക്കുന്നേ. ഭാവിയിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങുന്ന പ്ലാനിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഷെമി ബസ്സിലുണ്ടാവും, അവൾ ആദ്യം കയറുന്നത്. ഞാൻ പറഞ്ഞ ബസ് കടന്ന് അതിൽ കയറി അവൾ നോക്കി. അവൾ സീറ്റിൽ നിന്ന് കൈ പോയി കാണിച്ചപ്പോൾ ഞാൻ അവിടെ ചെന്നിരുന്നു. ടിക്കറ്റ് എന്ന് കേട്ടാണ് അവളോട് തള്ളിക്കൊണ്ടിരുന്ന ഞാൻ അയാളെ നോക്കിയത്. ഈ കുരങ്ങൻ ഇന്നലെ കയറി കൂടിയതാണല്ലോ, ഇതുവരെ പോയില്ലേ? ഹലോ, കോലം കെട്ടി ഇന്നും വിശേഷിക്കാനാണോ? ഫുള്ള് പൈസ യാതൊരു മടിയും കൂടെ കൊടുത്ത് എന്നിട്ട് ചൊറിയാൻ വന്നാ ഞാൻ അടങ്ങി നിൽക്കുമോ? താൻ്റെ അമ്മായി നമുക്ക് വായുകൾക്ക് വാങ്ങാൻ പോവാം. എന്തേ? എങ്കിലും എന്നോട് വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു കേട്ടോ. ഞാൻ വാങ്ങിക്കൊണ്ടുവരായിരുന്നല്ലോ. പോയി തന്നെ കെട്ടിലോട് പറ, വിളിച്ച് പറയാൻ. ഞാൻ അവനെ പുച്ഛിച്ച് ഫോണും എടുത്ത് പിക്ക് നോക്കാൻ തുടങ്ങി. ആളുകൾ കുറവായത് കൊണ്ട് തന്നെ സൈഡിലെ സീറ്റിലിരുന്നു. തലപൊക്കിൽ അവൻ നോക്കുന്നത് കണ്ട് ഫോണും ബാഗിലിട്ട് അയാളെ നോക്കി പേടിപ്പിച്ചു. ആള് നമ്മളെ നോക്കും, നമ്മൾ അതിന് തിരിച്ചു നോക്കും. പിന്നൊരു പുച്ഛവും. ആളുകൾ കൂടിയപ്പോൾ അവൻ എണീറ്റ് പോയി. ഞങ്ങൾ സ്റ്റോപ്പെത്തി ഇറങ്ങുമ്പോഴാണ് അവൻ സ്റ്റെപ്പിൽ വന്ന് നിന്നത്. ഇന്നലെ കൊടുത്ത ചവിട്ട് തിരിച്ചു തരാനാണ് പഠിച്ചോനെ നിൽപ്പ്. ഞാൻ ആ കാല് നോക്കിയിറങ്ങി. വിചാരിച്ച പോലെ ആ കാല് നമ്മളെ വീഴ്ത്താനെന്ന പോലെ പൊക്കിയതും ഞാൻ സ്റ്റോപ്പ് ചെയ്തതും എല്ലാം കൂടി വീഴാൻ പോയതും അവൻ്റെ ഷടിയിൽ തന്നെ പിടിച്ചു. നീനൊക്കെ തടി കണ്ണു കൊണ്ടുവിട്. അവൻ്റെ ഡയലോഗ് കേട്ട് വീണ്ടും കാല് നോക്കി നല്ലൊരു ചവിട്ട് കൂടി കൊടുത്തത് ഞാൻ ഇറങ്ങി. ഫ്രണ്ട്സൊക്കെ വന്നത് ഞങ്ങൾ ആ ഷോപ്പിൽ വൈകുന്നേരം വരെ ചിലവാക്കി എല്ലാതും വാങ്ങിക്കൂട്ടി. പ്ലാൻ ചെയ്ത പോലെ കുഴിമന്തിയും വലിയൊരു ഹോട്ടലിൽ കയറി തട്ടി. അവരൊക്കെ അവരുടെ വഴിക്ക് പോയതും ഞാനും ഷമിയും ബസ് വരുന്നത് നോക്കി നിന്നു. ബാപ്പച്ചി ബാക്കി ചോദിക്കുമെന്നോ, എന്തെങ്കിലും കള്ളം പറയണം. ഞാൻ കള്ളം പ്ലാൻ ചെയ്തുകൊണ്ട് പറഞ്ഞു. അല്ലേലും നീ വാതുറന്ന കള്ളല്ലേ വരൂ, പിന്നെ എന്തിനാ കൂടുതൽ ആലോചന? അവളെന്നെ നൈസായിട്ട് താങ്ങിയത് കേട്ട് അവളെ നോക്കി വിളിച്ചു. വെറു സത്യന്നേ. ബസ് വന്നത് മതിൽ കയറി സീറ്റ് നോക്കി. ഒന്ന് കണ്ടതും ഷെമി ഇരുന്ന് എന്നെ നോക്കി പഠിച്ചൊരു ഇളിയിച്ചു. അതെ, നമ്മൾ വാക്ക് പറഞ്ഞതാ, 2 ആൾക്ക് സീറ്റ് ഇല്ലെങ്കിൽ ഒരാളായിട്ട് ഇരിക്കരുതെന്ന്. എടി, കുറേ സമയം സ്റ്റോപ്പിൽ നിന്നതുകൊണ്ട് കാല് കഴിഞ്ഞു, അതാ. എൻ്റെത് പിന്നെ കാലൊന്നുമല്ലേ. അയ്യേ, പാവം ചമ്മിപ്പോയി, സീറ്റില്ലല്ലേ. ടിക്കറ്റ് തന്നുകൊണ്ട് ആ കോന്തം കൂടി പറയുന്നത് കേട്ട് സ്ഥിരം വരാനുള്ള ദേഷ്യം ഇരട്ടി ഏങ്ങ വന്നു. അവൻ്റെ കാല് നീങ്ങുന്നു നോക്കി ഞാൻ കാല് നീട്ടിയതും അവൻ ദേ പോണ് താഴേക്ക്. പടച്ചോനെ, ഞാൻ പെട്ടു. ആര് വീണാലും വീഴാൻ നിൽക്കുന്ന ആള് വീണത് കൊണ്ടാവും. എല്ലാവരും നന്നായി ചിരിച്ചു. ഞാൻ ആ അവസ്ഥ കണ്ട് പൊട്ടിച്ചിരിച്ചു. ഒടുക്കം ഫ്രണ്ട്സിലെ ശ്രീനിവാസനെ പോലെ ഞാൻ മാത്രം ചെയ്ത് നിർത്താതെയായി. ചാടി എണീറ്റ് എന്നെ നോക്കുന്നത് കണ്ട് സ്വിച്ച് എടുത്ത പോലെ എൻ്റെ ചിരി നിന്നു.